വീണ്ടും അവിടെ മണ്ണിടിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതായത് വീണ്ടും ആ ഭാഗത്തേക്ക് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു, പാറക്കഷണങ്ങൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണ് പയ്യനാമണ്ണിലുള്ളത്. വീണ്ടും മണ്ണിടിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ രാത്രിയിലും സമാനമായ രീതിയിൽ അവിടെ പാറ ഇടിഞ്ഞു വീണിരുന്നു. ഇപ്പോൾ ആ അപകടം നടന്നതിന് തൊട്ടിപ്പുറത്തുള്ള പ്രദേശത്ത് വീണ്ടും പാറ വലിയ രീതിയിൽ ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. വീണ്ടും പാറ ഇടിയുന്നു, വീണ്ടും രക്ഷാപ്രവർത്തനം ദുഷ്കരമാവുന്നു. അജയറായെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്. പ്രവീണുണ്ട്. പ്രവീൺ, വീണ്ടും നമ്മൾ ഇപ്പോൾ കണ്ടത് തത്സമയ ദൃശ്യങ്ങളാണ്. വീണ്ടും പാറ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു, പാറക്കഷണങ്ങൾ വീഴുന്ന കാഴ്ചകൾ നമുക്ക് കാണാം, അല്ലേ? വീണ്ടും വലിയ രീതിയിൽ പാറക്കഷണങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. തുടർച്ചയായി നേരത്തെ രക്ഷാപ്രവർത്തകർ നിന്നിരുന്ന അതേ സ്ഥലത്തേക്ക് തന്നെയാണ് വലിയ പാറകൾ ഇടിഞ്ഞു വീഴുന്നു. വീണ്ടും പാറ ഇടിയുന്നത് കാണുന്നത്. ഇന്നലെ ഇടിഞ്ഞ അതേ ഭാഗത്തു നിന്നും ആ പാറക്കല്ലുകൾ തുടർച്ചയായി ഇടിയുന്നുണ്ട്. ഇപ്പോൾ അതേ അരുൺ, ഇപ്പോൾ വലിയ അപകട സാധ്യത തന്നെയാണുള്ളത്. ഇപ്പോൾ പാറക്കല്ലുകൾ ഇടിയുന്നുണ്ട്. ഇപ്പോൾ ദൗത്യസേനാംഗങ്ങൾ ആ ക്രെയിൻ നിർത്തിയ ഭാഗത്തു നിന്നും അവരെ പുറകുവശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഈ ദൗത്യ സംഘം ഇറങ്ങിയ അതേ സ്ഥലത്തേക്കാണ് ഈ പാറകൾ ഇടിഞ്ഞു വീഴുന്നത്. അല്പസമയം മുമ്പ് നാം കണ്ടതാണ് 4 ദൗത്യസേനാംഗങ്ങൾ താഴേക്ക് ഇറങ്ങുകയും എക്സവേറ്ററിന് മുകൾ വശത്ത് കിടന്ന പാറകളൊക്കെ മാറ്റുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആ പാറയുടെ മുകൾ ഭാഗത്ത് നിന്നും പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ നാം പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഒരു ചലനം പോലും ഇവിടെ വലിയ അപകട സാധ്യത ഉണ്ടാക്കും. ഏതായാലും ഈ പാറ ഇപ്പോൾ ഇടിഞ്ഞ സമയത്ത് ഈ 4 ദൗത്യസേനാംഗങ്ങളും മുകളിലേക്ക് റോപ്പിൽ കൂടി കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും അവർ നിലയുറപ്പിച്ചിരുന്ന സ്ഥാനത്ത് നിന്നും അവർ മീറ്ററുകൾ പുറകിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഇനിയും പാറക്കല്ലുകൾ വീണ് കഴിഞ്ഞാൽ ആ ക്രെയിൻ നിൽക്കുന്ന സ്ഥലത്ത് ഉൾപ്പെടെ അപകട സാധ്യതയുണ്ട്. ഇന്നലെ സമാന രീതിയിൽ കൂട്ടത്തോടെ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണിരുന്നു. പക്ഷേ ആ സമയം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ രണ്ടാമത്തെ ലെയർ ഭാഗത്താണ്, ആ വഴിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ദൗത്യസേനാംഗങ്ങളും ബാക്കിയുള്ള ഒഫീഷ്യൽസും എല്ലാം നിൽക്കുന്നത് ഏറ്റവും മുകളിലത്തെ ആ ഒരു ലെയറിലാണ്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം, ആ ക്രെയിൻ കിടക്കുന്നതിൻ്റെ മീറ്ററുകൾ മാത്രം മാറിയാണ് ആ ഭാഗത്തെ വലിയ പാറയാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇനിയും ഏതു നിമിഷവും പാറ ഇടിയാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ വ്യക്തമാക്കിയത് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം തന്നെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. അവരെ കൊണ്ട് ഈ ദൗത്യസേനാംഗങ്ങളെ കൊണ്ട് മാനുവലായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ആലപ്പുഴയിൽ നിന്നും വലിയ സംവിധാനങ്ങളുള്ള വലിയ ക്രെയിൻ എത്തിക്കും. ആ ക്രെയിൻ എത്തിച്ച ശേഷം ആ എക്സവേറ്റർ മുകളിലേക്ക് പൊക്കുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം 50 ടണ്ണോളം പാറ ആ ഭാഗത്ത് തന്നെ ഉണ്ട് എന്നാണ് NDRFിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും ജില്ലാ കളക്ടർക്ക് വിവരം പ്രാഥമികമായി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 50 ടണ്ണിലധികം ഭാരമുള്ള ആ ഭാഗത്ത് നിന്നും എക്സ്കവേറ്റർ മാറ്റി ഉയർത്തി ഇപ്പോൾ ദൗത്യസേനാംഗങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വലിച്ചു കയറ്റുക എന്നുള്ളത് അത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ എക്സ്കവേറ്റർ എങ്ങനെയെങ്കിലും താഴേക്ക് തള്ളിയിടുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനായി ഇപ്പോൾ ജില്ലാ കളക്ടർ പറയുന്നത്. ഏതായാലും ആലപ്പുഴയിൽ നിന്നും ഇനി കൂടുതൽ സംവിധാനങ്ങളുള്ള വലിയ ക്രെയിൻ എത്തിക്കേണ്ടിയിരിക്കുന്നു. അത് എത്തിയ ശേഷം ദിലീപിലേക്ക് പോയതിനു ശേഷം തിരികെ വരാം. ഇപ്പോഴും കണ്ടത് വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ മുകളിൽ നിന്ന് വീണ്ടും പാറ ഇടിഞ്ഞു വീഴുന്നതാണ് കണ്ടത്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. അല്പസമയം മുമ്പ്, മിനിറ്റുകളുടെ മുമ്പ് ഇവിടെ പയ്യനാമണ്ണിൽ കണ്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം ദിലീപുണ്ട്. ദിലീപ്, ഈ തത്സമയ ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്നവ കൂടിയാണ്. മുകളിൽ നിന്ന് പാറ ഇടിഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം നടത്താൻ ഇനി അവർക്ക് അത്ര ധൈര്യത്തോടു കൂടി പോയി നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല 50 ടണ്ണോളം പാറ ഈ ഹിറ്റാച്ചി മെഷീന് മുകളിലുണ്ട്. അത് പൂർണ്ണമായിട്ടും കൈകൊണ്ട് നീക്കുക ഏറെക്കുറെ അസാധ്യമല്ലേ? രക്ഷാപ്രവർത്തനം വീണ്ടും പ്രതിസന്ധിയിലേക്ക് മാറുകയാണോ ദിലീപ്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഈ രക്ഷാപ്രവർത്തനം ഒരു പ്രതിസന്ധിയിലേക്ക് മാറുകയാണ്. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലേക്കാണ് ഇപ്പോൾ മങ്ങൽ വന്ന് വീണിരിക്കുന്നത്. അതായത് മുകൾ ഭാഗത്ത് മഴ പെയ്തിരുന്നു. ഇന്നലെ രാത്രി മഴ പെയ്തതിൻ്റെ ഒരു നീരുറവുണ്ടായിരുന്നു. ആ ഭാഗത്തുള്ള കല്ലുകളാണ് ഇപ്പോൾ താഴേക്ക് പതിച്ചത്. അതുകൊണ്ട് ആ ഭാഗത്ത് നിൽക്കാൻ സാധ്യമല്ല. അതായത് മുകളിൽ നിന്ന് വരുന്ന കല്ലുകൾക്ക് വലിയ ഫോഴ്സ്, അല്ല പവറായിരിക്കും താഴെ വന്ന് തട്ടുന്നത്. അങ്ങനെ ഈ കല്ലുകൾ, താഴെ നിന്നുള്ള കല്ലുകൾക്ക് തട്ടിക്കഴിഞ്ഞാൽ അത് നീങ്ങുകയും മറ്റു കല്ലുകൾക്കൊക്കെ തട്ടിക്കൊണ്ട് അവിടെ വലിയൊരു അപകടമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്.
അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ 4 ദൗത്യസേനയും ഉടൻ തന്നെ മുകളിലേക്ക് കയറ്റുകയും ചെയ്തത്. മുകളിലുണ്ടായിരുന്ന ആ ക്രെയിൻ അടക്കം അവിടെ നിന്ന് നീക്കുകയും ചെയ്തു. അവിടെ നിന്നുള്ള ദൗത്യസേനയെ മുഴുവൻ ആ ഭാഗത്തു നിന്ന് നീക്കിയതിന് ശേഷമാണ് ഇനി അടുത്ത പ്ലാൻ എന്താണെന്നുള്ള മനസ്സിലാക്കുക. എന്തായാലും ഇപ്പോൾ ഈ ഭാഗത്ത് ഇന്നലെ തന്നെ ആ പാറ ഇടിഞ്ഞു വീണ, ഇന്നലെ 7 മണിയോടുകൂടെ പാറ ഇടിഞ്ഞു വീണ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇന്നും ഈ സമയത്തും പാറ ഇടിഞ്ഞു വീണത് എന്നുള്ളതാണ്. വലിയ വലിയ പാറക്കല്ലുകൾ താഴേക്ക് വീഴുന്നത് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷേ അവിടുന്ന് അറിഞ്ഞത് മുകളിൽ മണ്ണുണ്ട്, ആ ഭാഗത്ത് ദൃശ്യങ്ങളാണ് നമുക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കാണിക്കാനുള്ളത്. ഇത്രയും മുകൾ ഭാഗത്ത് നിന്നാണ് പാറ ഇടിഞ്ഞ് താഴേക്ക് വീണത്. ദിലീപ്, തുടർച്ചയായിട്ട് പാറ മുകളിൽ നിന്ന് താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ നിന്ന് ധൈര്യത്തോടു കൂടി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയില്ല. മാത്രമല്ല 50 ടണ്ണോളം പാറ ഹിറ്റാച്ചി മെഷീന് മുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതാണ് ഈ പാറമടയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഏറെ വലിപ്പമുള്ള ഒരു വലിയ ഏറെ ആഴമുള്ള ഒരു പാറമടയാണ് എന്നത് പ്രേക്ഷകർക്ക് കാണാം. പലയിടങ്ങളിലും മണ്ണും പാറയും ഇളകിയിരിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം. ചെറിയ നീരുറവയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒട്ടും സുരക്ഷിതമല്ല നിൽക്കുന്നത്. തുടർച്ചയായിട്ട് ഇന്നലെ രാത്രിയിൽ മണ്ണിടിഞ്ഞ് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും വലിയ പാറകൾ ഇന്ന് ഇടിഞ്ഞു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അല്പസമയം മുമ്പുള്ള ദൃശ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഏറെ ദുർഘടമായ ഒരു ക്വാറി മേഖലയിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏറെക്കുറെ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുന്നതാണ്. 50 ടണ്ണോളം പാറ നിലവിൽ ഹിറ്റാച്ചി മെഷീന് മുകളിലുണ്ട്. ഇത് പൂർണ്ണമായും മാറ്റാതെ അതിനുള്ളിലുള്ള അജയ്റായെ രക്ഷിച്ചെടുക്കുക സാധ്യമല്ല. ഇപ്പോഴും നോക്കാം, ദൃശ്യങ്ങളിൽ നമ്മളുടെ ആകാശ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ തങ്ങി നിൽക്കുന്ന പാറ ഏതു നിമിഷവും ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും അവിടെ നിന്ന് ആ വലിയ പാറകൾ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തെ ഏറെ ദുഷ്കരമാക്കുന്നത്. അവിടെ പൊളിഞ്ഞു നിൽക്കുന്ന പാറകളുണ്ട്. ആ പാറകൾ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാം എന്നതാണ്. ഒരു ചെറിയ ഉറവ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഉറവ നിന്നിരുന്ന പ്രദേശത്താണ്. അപ്പം അതിലെ ചെറിയ നീരൊഴുക്ക് പോലും ഈ പാറയെ ബാധിച്ചേക്കാം, പാറയുടെ സുരക്ഷിതത്വത്തെ ബാധിച്ചേക്കാം, ആ പാറ ഇളകി വരുന്നതിന് കാരണമായേക്കാം എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. പാറ ഇടിയുന്നു എന്നുള്ളത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇനി നേരത്തെ ഉദ്ദേശിച്ചതുപോലെ മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ആലപ്പുഴയിൽ നിന്ന് വലിയ ക്രെയിൻ എത്തിച്ചതിനു ശേഷം മാത്രം ഇപ്പോൾ ആ ഭാഗത്തു നിന്നും നീക്കം ചെയ്താൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുമോ എന്നതാണ് അറിയേണ്ടത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആകാശ ദൃശ്യങ്ങളാണ്. ഓരോ ഇടങ്ങളിൽ നിന്നും നീരുവകളിൽ നിന്നും ഒക്കെ ഈ പാറ താഴേക്ക് വന്ന് പതിച്ചിരുന്നു. ഇന്നലെ രാത്രിയിലും രക്ഷാപ്രവർത്തനം നടത്തി മിനിറ്റുകൾക്കുള്ളിലാണ് ആ ഭാഗത്തേക്ക് വലിയ പാറക്കെട്ടും പാറയും മണ്ണും ചേർന്ന ഒരു ഭാഗം ഇടിഞ്ഞു താഴുന്നത്. ഇന്നും അതേ പ്രദേശത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ പയ്യനാമണ്ണിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപ് ദേവസയും പ്രവീൺ പുരുഷോത്തമനുമുണ്ട്. ദിലീപ്, ഇനി ആലപ്പുഴയിൽ നിന്ന് വലിയ ക്രെയിൻ, നീളമുള്ള വലിയ ക്രെയിൻ കൊണ്ടുവന്ന് നീക്കം ചെയ്താലോ എന്നൊരു ആലോചനയുണ്ട്. പക്ഷേ അപ്പോഴും ഉള്ളൊരു ചോദ്യം, ഏത് ക്രെയിൻ കൊണ്ടുവന്നാലും 50 ടൺ ഭാരമുള്ള ഈ പാറ മാറ്റാതെ ആ ഹിറ്റാച്ചി മെഷീൻ പൊക്കുക സാധ്യമല്ലല്ലോ. ആ ഹിറ്റാച്ചി മെഷീൻ്റെ ഡ്രൈവർ ക്യാബിനാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇരുന്ന നിലയിലാണ്. അതിനുള്ളിലാണ് അജയ്റായി ഉള്ളതെങ്കിൽ രക്ഷിച്ചെടുക്കുക ഏറെ ദുഷ്കരമായി തീരുകയും ചെയ്യുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ടോ ഇപ്പോൾ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പാറകൾ? തീർച്ചയായിട്ടും ഡോക്ടർ കുമാർ, ഓരോ സെക്കൻഡിലും അവിടെ നിന്ന് മണ്ണ് ചെറിയ തോതിൽ താഴേക്ക് പോകുന്നത് നമ്മളുടെ ഹെലിക്യാം ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ ദൗത്യസേന കണ്ടറിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളത് വലിയ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ഇനി ആലപ്പുഴയിൽ നിന്നുള്ള വലിയ ക്രെയിൻ കൊണ്ടുവന്ന് അതിൻ്റെ ധൂമ് വലുതായിരിക്കും. അതുവഴി ഉള്ള രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചാണ് ഇവർ ആലോചിക്കുന്നത്. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്താൻ എന്നുള്ള ഇനിയുള്ള സെക്കൻഡറി തീരുമാനം. ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ വലിയ പാറക്കെട്ടുകൾ, അതായത് ആ വലിയ പാറക്കെട്ടുകളിലൂടെ നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഈ ഭാഗത്തുകൂടെ മണ്ണ് പാറകൾ ഇടിഞ്ഞ് താഴേക്ക് വീണ ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ താഴ്ഭാഗത്ത് നിൽക്കുന്നവർക്ക് പോലും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള മുഴുവൻ ദൗത്യസേനയെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. അവിടെ ക്രെയിൻ ഉണ്ടായിരുന്ന ഭാഗത്തു നിന്നടക്കം ദൗത്യസേനയെ മാറ്റി ഇനി അടുത്ത തീരുമാനത്തിലേക്ക്, അടുത്ത പ്ലാൻ ബിയിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ഈ മുകളിൽ നിന്ന് ഇത്തരത്തിൽ മണ്ണിടിയുകയാണ്, താഴത്ത് ഒരാൾക്ക് നിന്ന് അല്ലെങ്കിൽ ദൗത്യസേനയ്ക്ക് നിന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് ദുഷ്കരമാണ്. അത് വലിയ വെല്ലുവിളി
വെല്ലുവിളി നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ആകാശ ദൃശ്യങ്ങൾ പകർത്തുന്നത് നമ്മുടെ അബിൻ അജയ് ആണ്. അബിൻ അജയുടെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഏത് ഭാഗത്തു നിന്നാണ് ആ മണ്ണിടിഞ്ഞ് വീണത് എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആ ഭാഗത്ത് അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഈ ദൗത്യസേനയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം മണ്ണിടിഞ്ഞ് വീണാൽ അത് മറ്റ് ഇതിലേക്ക് തെന്നി മാറി അത് മറ്റ് ഭാഗങ്ങളിലേക്ക് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അവരെ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കം ചെയ്തത്. ഇനി അടുത്ത വലിയ ക്രെയിൻ ആലപ്പുഴയിൽ നിന്ന് എത്തിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് നിർത്തിവെക്കാൻ ഒരു ആലോചന നിലവിൽ ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് മനസ്സിലാക്കുക. അല്പം ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു ഇടവേള എടുത്താൽ പോലും അത് അല്പസമയത്തിന് തന്നെ ശക്തമായി തന്നെ അത് തുടരുകയും ചെയ്യും. ഇപ്പോൾ ഈ നീരുറവയാണ്, ആ നീരുറവയിൽ നിന്ന് ഉണ്ടായ ഒരു പ്രകമ്പനം, അതിൻ്റെ ഭാഗത്തുണ്ടായ ഒരു മണ്ണിടിച്ചിൽ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ എന്തായാലും അതിൻ്റെ മുകളിൽ വീഴാൻ തക്കവണ്ണം നിൽക്കുന്ന വലിയ പാറക്കെട്ടുകൾ ഉള്ളതും അതൊരു ഭീഷണിയാണ്, അതൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ അത് കാര്യമായി ബാധിക്കുകയും ചെയ്യും. എന്തായാലും അജയിനെ നമുക്ക് ആ ജീവനോടെ തന്നെ പുറത്തെടുക്കണം എന്നുള്ളത് NDRF സേനയും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാ സേനയുടെ പ്രത്യേക ടാസ്ക് ഫോഴ്സും തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർ താഴേക്കിറങ്ങി ആ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആയിരുന്നു വെല്ലുവിളിയായിട്ട് മണ്ണിടിച്ചിലുണ്ടായത്. അല്പം മാറി ഉണ്ടെങ്കിൽ അല്പസമയത്തിനകം തന്നെ ആലപ്പുഴയിൽ നിന്ന് വലിയ എത്തിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങും. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ പാറക്കെട്ടുകൾ അത് നമുക്ക് മറ്റ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അത് ക്രെയിനിൻ്റെ വലിപ്പം, അതായത് ഈ വലിയ താഴത്തുണ്ടായിരുന്ന ഹിറ്റാച്ചി വലിയൊരു ഹിറ്റാച്ചി ആയിരുന്നു. ആ ഹിറ്റാച്ചി പോലുള്ള ഒരു ഹിറ്റാച്ചിയുടെ മേലെയാണ് ഈ 50 ടണ്ണോളം വരുന്ന പാറക്കെട്ടുകൾ വീണത്. അതിന് പിന്നെ കാണാൻ പോലുമില്ല, അതിൻ്റെ ഒരു ഏകദേശം ചെറിയ ഭാഗങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അത്രമേൽ വലിയ പാറക്കെട്ടുകൾ അതിന് മേൽ വീണ് കഴിഞ്ഞു. മാനുവലായിട്ട് കൈകൊണ്ട് എടുത്ത് മാറ്റാൻ സാധിക്കാത്ത തരത്തിലുള്ള വലിയ കല്ലുകളുണ്ട്. അത് പൊട്ടിച്ചെടുക്കണമെങ്കിൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്കത് പൊട്ടിച്ചെടുക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് വൈബ്രേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ കല്ലുകളെല്ലാം തന്നെ താഴേക്ക് വീഴും. അത് വീണ്ടും ഒരു മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിന് ഇനി എങ്ങനെ ഇവർക്ക് ലേസർ കട്ടിങ്ങോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ദിലീപ്, നിലവിൽ നമുക്കിനി എക്സ്പെർട്ട് ഒപ്പീനിയൻ ഈ വിഷയത്തിൽ വേണം. ആലപ്പുഴയിൽ നിന്ന് ക്രെയിൻ കൊണ്ടുവന്നാലും ഇത്രയും ആഴത്തിൽ കിടക്കുന്ന ഒരു ഹിറ്റാച്ചി മെഷീനെ ഉയർത്തണമെങ്കിൽ അതിന് മുകളിൽ ഏകദേശം 50 ടണ്ണോളം വലിയ കരിങ്കല്ലാണ് കിടക്കുന്നത്. ആ കരിങ്കല്ലുകൾ അവിടെ നിന്ന് മാറ്റാതെ ഹിറ്റാച്ചി മെഷീനെ വലിച്ചെടുക്കുക സാധ്യമല്ല. മാത്രമല്ല അനുനിമിഷം മുകളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്ന പാറക്കഷ്ണങ്ങൾ ഉണ്ട് താനും. ഈ സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ദുഷ്കരമായിരിക്കുന്നത്. ഇപ്പോൾ വലിയ വെല്ലുവിളി നേരിടുകയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഒന്ന് തടസ്സപ്പെട്ടിരിക്കുന്നു. അടുത്ത എന്താണ് പ്ലാൻ എന്നുള്ളതിനെക്കുറിച്ച് NDRFും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് കൂടിയാലോചന നടത്തുകയാണ്. ചെറിയ നീരുറവ ഈ ക്വാറിയിൽ ഉള്ളതുകൊണ്ട് ആ നീരുറവ ഉള്ള ഭാഗത്തു നിന്നുമാണ് പാറകൾ അടർന്നു വീണ് താഴേക്ക് വീഴുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് അവിടെ നിൽക്കാനോ ഏതെങ്കിലും തരത്തിൽ കൈകൊണ്ട് ആ പാറ മാറ്റാനോ ഉള്ള അതിനുള്ളൊരു